വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രസകാളനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രസകാളൻ തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ 1/4 കിലോ മത്തങ്ങയും അതേപോലെ 1/4 കിലോ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു 2 പച്ചമുളക് കൂടെ ഇതിന് ഒന്നിങ്ങനെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി കൂടെ ഇതിനോടൊപ്പം ചേർത്താം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനോടൊപ്പം ചേർത്താം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താം. നമ്മൾ പുളിവെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം നാരങ്ങ വലുപ്പത്തിലുള്ള പുളിവെള്ളമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ഇതിനോടൊപ്പം ചേർത്തി നല്ലപോലെ ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ആ വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം. നമ്മുടെ രസകാലിന് വേണ്ടിയിട്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യം 1 ടീസ്പൂൺ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇതിനോടൊപ്പം ചേർത്താം. 4 വറ്റൽമുളക് കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. എന്നിട്ട് അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ചേർത്താം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ശർക്കര ചേർത്താം. ഒരു ശർക്കരയാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല പോലെ ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനോടൊപ്പം അരപ്പ് ചേർത്താം. ഇപ്പോൾ നമ്മൾ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാവുന്നതാണ്. നമ്മുടെ അരപ്പിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി വരട്ടെ. അതിനുശേഷം നമുക്ക് തൈര് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്തി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ഒന്ന് അടിച്ച് ചേർത്തിയതാണ്, മോരല്ല, തൈരാണ്. 1 ഗ്ലാസ് തൈരാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സൈഡിൽ നിന്ന് തിള വന്ന് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. നമ്മൾ ബട്ടറിലാണ് കടുക് താളിക്കുന്നത്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ നല്ലൊരു രുചിയായിരിക്കും ഈ ബട്ടറിൽ കടുക് താളിച്ചിടുമ്പോൾ. വെണ്ണ ഉരുക്കി വരുന്ന സമയത്ത് നമ്മൾ 2 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് കൂടി ചേർത്താം. ഇനി ഈ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രസകാളൻ റെഡി ആയിട്ടുണ്ട്. എരിയും പുളിയും മധുരവും ചേർന്ന ഈ രസകാളൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്